ഹലോ ഗൈസ്, ലോകേഷ് കനകരാജന്റെ ഡയറക്ഷനിൽ സൺ പിക്ചേഴ്സ് മുഖേന കലാനിധിയുമായി നിർമ്മിച്ച തമിഴ് ആക്ഷൻ ഡ്രാമ ത്രില്ലർ മൂവി കൂലി. അഭിനേതാക്കൾ രജനീകാന്ത്, അമീർ ഖാൻ, നാഗാർജുന, സൗബിൻ, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര ആൻഡ് സത്യരാജ്. മ്യൂസിക് ബൈ സെൻസേഷൻ മിക്സ്. ഡയറക്ടർ അനിരുദ്ധ്. അനിരുദ്ധിന്റെ ബീജിയവും സോങ്സുമാണ് ഈ പടം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. രജനീകാന്ത് ഇപ്പോഴും 75 വയസ്സിലും സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ കാരണം ഈ പടം കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിന്റെ എനർജി ലെവൽ, ആക്ഷൻ സ്റ്റൈല്, ആക്ടിങ് എല്ലാം സൂപ്പറാണ്. രണ്ടാമത് പറയേണ്ടത് നാഗാർജുന സാധാരണ നമുക്ക് ഒരു നായക പരിവേഷമുള്ളത്, ഇതിലൊരു വില്ലനാണ്. പക്ഷേ വില്ലൻ അത്രത്തോളം വന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോബിൻ ത്രൂ ഔട്ട് വില്ലനാണ്. വിനായകൻ ജയിലറിലുള്ളതിനേക്കാൾ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഇതിൽ കാണപ്പെടുന്നത്. അടുത്ത ശ്രുതി ഹാസൻ സാധാരണ ഒരു ട്രോൾ കഥാപാത്രമാണ്. പക്ഷേ ഈ പടത്തിൽ നല്ല രീതിയിൽ ശ്രുതി ഹാസൻ ആക്ട് ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഉപേന്ദ്ര ആൻഡ് സത്യരാജ്, അധികം സ്പേസ് ഒന്നും അവർക്കില്ല, എങ്കിലും ഉള്ള റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്റ്റോറിയാണ് എനിക്ക് കുറച്ച് ഈ പടത്തെ ബാക്കിലോട്ട് വലിക്കുന്നത്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രത്തോളം എനിക്ക് അത് ക്യാച്ച് ചെയ്തില്ല. പിന്നെ ഈ പടം ഒരു ആവറേജ് ഫീലിംഗ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജസ്റ്റ് വാച്ച്, വൺ ടൈം വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ 150 രൂപ കൊടുത്ത് നമ്മൾ കാണുമ്പോൾ 150 രൂപയ്ക്കുള്ള പടമുണ്ട് അതിനകത്ത്. ബോറിംഗ് ഒന്നുമില്ല, നമുക്ക് പോയി കാണാവുന്നതാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് അമീർ ഖാൻ ക്യാമിയോ റോളാണ്. അനാവശ്യമായിട്ടുള്ള ഒരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ബഫൂണായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചിലപ്പോൾ ആ രീതിയിലായിരിക്കും ആ പടത്തിൽ അവർ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ബൈ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ബൈ.